വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണത്തിനായി സഹായം അനുവദിച്ച് കേന്ദ്രം. പുനർനിർമ്മാണത്തിന് സഹായം 260.56 കോടി രൂപ അനുവദിച്ചു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചത്. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, ഒരു ആശ്വാസം തന്നെയാണ് ഈ ഒരു പുനർനിർമ്മാണത്തിനായിട്ടും. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നു വരികയാണ്. പല പാർട്ടികൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു തുക വലിയ രീതിയിൽ സഹായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. കാളിദാസ്, എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയമ പോരാട്ടത്തിനു കൂടി ശേഷമാണ് ഇപ്പോൾ ഈ കേന്ദ്ര സഹായം വളരെ വൈകിയാണെങ്കിലും വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു ഉന്നതതല സമിതി ഇന്ന് ചേർന്നിരുന്നു. ആ ഉന്നതതല സമിതിയുടെ യോഗത്തിലാണ് കേരളവും ആസാമും അടക്കം 9 സംസ്ഥാനങ്ങൾക്ക് വിവിധ ദുരന്ത നിവാരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ എല്ലാം ഭാഗമായി തുക അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുക അനുവദിച്ചിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വയനാട് ദുരന്തത്തിലെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 260 കോടി രൂപയാണ്. കേരളം നേരത്തെ തന്നെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം ആവശ്യപ്പെടുകയും ധനസഹായം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജി ഫയൽ ചെയ്യുകയും അടക്കം ചെയ്തിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഈ 260 കോടി രൂപയുടെ ഒരു ധനസഹായം വന്നിരിക്കുന്നത്. കേരളം, ആസാം, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ 9 സംസ്ഥാനങ്ങൾക്കാണ് വിവിധ ദുരന്തങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കേന്ദ്ര ധനസഹായം നൽകിയിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ കൃഷിമന്ത്രി, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നിർദ്ദേശം പരിഗണിച്ചത്. അതിനുശേഷമുള്ള കമ്മിറ്റിയുടെ ഈ യോഗത്തിലാണ്, അതായത് ഈ പറയുന്ന ധനമന്ത്രിയും കൃഷിമന്ത്രിയും നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും അടങ്ങുന്ന കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇപ്പോൾ ഈ ധനസഹായം പൂർണ്ണമായും അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. 2022 വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഈ 2 സംഭവങ്ങൾക്കും അതിൻ്റെ 2ൻ്റെയും പുനരുദ്ധാരണത്തിനായാണ് ബീഹാറിനും കേരളത്തിനും പണം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിന് നൽകിയിരിക്കുന്ന തുകയുടെ കണക്ക് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ബീഹാറിന് നൽകിയിരിക്കുന്നത് 1270 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് അസമിന് നൽകിയിരിക്കുന്നത്. അതേസമയം 2024 മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ദേശീയ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച വയനാട് ദുരന്തത്തിന്, അതായത് അനൗദ്യോഗിക കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ആളുകൾക്ക്, ഏതാണ്ട് 400-ലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ, ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 231 ആളുകൾക്ക് ജീവൻ നഷ്ടമായ വയനാട് ദുരന്തത്തിന് അനുവദിച്ചിരിക്കുന്നത് 260 കോടിയാണ് എന്നുള്ളതാണ്. അതിന് പുറമെ അസമിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ലഘൂകരണത്തിനും വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാൻ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി തണ്ണീർത്തട വികസനത്തിന് പ്രത്യേകമായി 692 കോടി രൂപ കൂടി ഇത്തരത്തിൽ തണ്ണീർത്തട പുനരുജ്ജീവന പദ്ധതിക്കും അനുവദിച്ചിട്ടുണ്ട്. മൊത്തമായി ഈ 9 സംസ്ഥാനങ്ങൾക്കും വേണ്ടി 4645 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 4645 കോടിയിൽ 1270 രൂപയും ബീഹാറിനാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭോപ്പാൽ, ഭുവനേശ്വർ, ഗുവാഹത്തി, തിരുവനന്തപുരം, വിശാഖപട്ടണം, ഇൻഡോർ മുതലായ 11 നഗരങ്ങളിൽ അർബൻ ഫ്ലഡ് മാനേജ്മെൻറ്റ് റിസ്ക് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രത്യേകമായി വെള്ളപ്പൊക്ക ലഘൂകരണവും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 2ാം ഘട്ടത്തിനും ഈ കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ 2ാം ഘട്ടത്തിന് വേണ്ടി 2000 കോടിയുടെ ഒരു സാമ്പത്തിക വിഹിതവും മാറ്റിവെച്ചിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുകളുടെ കേന്ദ്ര വിഹിതം, അതായത് ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളുടെ കേന്ദ്ര വിഹിതമായി മുൻകൂറായി ഈ പൈസ അനുവദിക്കാനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. 24 കോടി രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ആദ്യ ഗഡുവായി അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഘട്ടമായി 2ാം ഗഡു ആയിട്ട് എത്തുക. അതോടൊപ്പം തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, വയനാടിനെ വീണ്ടെടുക്കൽ സഹായങ്ങൾ മുതലായ 3
തലക്കെട്ടുകളുടെ അല്ലെങ്കിൽ കാറ്റഗറികളുടെ കീഴിലാണ് ഈ 260 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും വൈകിയാണെങ്കിൽ പോലും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം ഒടുവിൽ ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളം ആവശ്യപ്പെട്ടതിൻ്റെ എത്രയോ ശതമാനം താഴെയാണ് ഈ ഒരു സഹായം എങ്കിൽ പോലും വലിയ നിയമ പോരാട്ടം കേരളം ഇതിനായി നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി അവസാനമായി കേന്ദ്രത്തിന് അന്ത്യശാസനം പോലും നൽകിയിരുന്നു എന്നതുകൂടി ഒരു വേളയിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സഹായം, കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം അനുവദിച്ചിരിക്കുകയാണ്. സംശയം കൂടി ചോദിക്കുകയാണ്, കാരണം ഈ 260.56 കോടി രൂപ സഹായം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുമല്ലേ? കാരണം മാസങ്ങൾക്ക് മുൻപ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 530 കോടി രൂപ ലോണിനത്തിൽ ഈ സഹായത്തിനായി വയനാട് പുനർനിർമ്മാണത്തിനായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അത്തരത്തിലൊന്നുമല്ല, ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായമായി തന്നെ നമുക്ക് കണക്കാക്കാം അല്ലേ? കേരളം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ വായ്പ എഴുതിത്തള്ളുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കടം എടുക്കുന്നതിൻ്റെ ഭാഗമായോ അല്ല, മറിച്ച് കേന്ദ്രം, അതായത് ആഭ്യന്തര മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നത് പുനർനിർമ്മാണ പദ്ധതികൾക്കുള്ള അംഗീകാരം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വിവിധ ദുരന്തങ്ങളുടെ ഭാഗമായുള്ള ലഘൂകരണ, വീണ്ടെടുക്കൽ, പുനരുദ്ധാരണ പദ്ധതികൾ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായുള്ള ഈ പദ്ധതികൾക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ പണം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. വായ്പയായി സംസ്ഥാനങ്ങൾക്ക് നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ കടമെടുപ്പിന്റെ ഭാഗമായി നൽകുന്നതോ അല്ല എന്ന് തന്നെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണത്തിനായി 260.56 കോടി രൂപ സഹായം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മാസങ്ങൾക്ക് മുമ്പ് 530 കോടി രൂപ കേന്ദ്ര സർക്കാർ വായ്പാ ഇനത്തിൽ കേരളത്തിന് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളടക്കം ഉയർന്നിരുന്നു. 2221 കോടി രൂപ ആവശ്യപ്പെട്ടിടത്ത് 530 കോടി രൂപ അന്ന് വായ്പാ ഇനത്തിൽ സഹായമായി അല്ലെങ്കിൽ വായ്പാ ഇനത്തിൽ തിരിച്ചടക്കണമെന്നുള്ളൊരു വ്യവസ്ഥയിൽ നൽകിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ 260.56 കോടി രൂപയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചിരിക്കുന്നത്.